നമസ്കാരം, ഞാൻ ലിജി. ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഒരു വീഡിയോയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ വീഡിയോയിലേക്ക് പോകാം. ഇന്നലെയും ഇന്നുമായിട്ട് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വീഡിയോക്കാർ യൂസ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സിലു ടോക്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സിലു ടോക്സ് എന്ന് പറയുന്ന ഫാമിലി വ്ലോഗ് ചെയ്യുന്ന സൽഹ എന്ന് പറയുന്ന ലേഡിയുടെ ഒരു ചാനലാണ്. അവർക്ക് 5 മക്കളുണ്ട്. അവർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫാമിലി വ്ലോഗ്സും പ്രൊമോഷൻ വീഡിയോസും ഒക്കെയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ സിലു ടോക്സ് ഏകദേശം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 7-8 വർഷമായിട്ടുണ്ട്. പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോഴുള്ള റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് അന്ന് സിലുവിന്റെ 3ാമത്തെ കുട്ടിയുടെ വീഡിയോ ഒക്കെ ആണെന്നാണ് എന്റെ ഓർമ്മ. ശരിയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സിലു അങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് നമ്മൾ കരുതിയ ഒരു ജീവിതമായിരുന്നു സിലുവിൻ്റെത്. സിലുവിന്റെ 17ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിയുന്നത്. അതിനുശേഷം ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ഈ കുട്ടി പഠിക്കാനൊക്കെ പോയത് അവിടെ നിന്നാണെന്ന് സിലുവിന്റെ പല വീഡിയോകളിലും സിലു പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിഷയം നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഓൺലൈൻ മീഡിയാസിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഇത്. അപ്പോൾ ഒരു ഡിവോഴ്സ് അതായത് ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റഡ് ആയി താൻ ഡിവോഴ്സ് ആകുന്നു എന്നുള്ള രീതിയിൽ സിലു ഒരു വീഡിയോ ഇടുകയും അതിനെ ആ വീഡിയോ എടുത്ത് പല റിയാക്ഷൻ വീഡിയോക്കാരും അത് വളരെ സിലുവിന് നെഗറ്റീവ് വരുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ സിലുവിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽസായ സായി കൈസൊക്കെ അവർ സിലുവിനെ കുറ്റം പറയുന്ന രീതിയിൽ പുരുഷ മേധാവിത്വം എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തിട്ടിരുന്നു. അപ്പം ഈ റിയാക്ഷൻ വീഡിയോക്കാരായ മൊത്തം ചാനലുകാരെയും വിമർശിച്ചുകൊണ്ട് സിലു ഒരു വീഡിയോ ഇടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം കോൺട്രവേഴ്സീസ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്ന രീതി പല രീതിയിലായിരിക്കും. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഒരു വീഡിയോ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇട്ടുകൊടുത്തത് സിലു തന്നെയാണ്. അപ്പോൾ അതിന്റെ പരിണിതഫലം സിലു എന്തായാലും അനുഭവിക്കേണ്ടി വരും. ഫാമിലി വ്ലോഗ്സിനൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണ്. പല ചാനലുകാർക്കും ഇപ്പോൾ ഫാമിലി വ്ലോഗ്സുകാർക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അബദ്ധം ഇതാണ്. അപ്പോൾ അവർ എല്ലാം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഫാമിലി വ്ലോഗായിട്ട് ഇടുകയും അതിന് മറ്റുള്ള റിയാക്ഷൻ വീഡിയോക്കാരെടുത്ത് ചർച്ച ചെയ്യുകയും അവർ വീഡിയോ ഇടുകയും ചെയ്യുമ്പോൾ പിന്നെ അതേ തുടർന്ന് വലിയ വിഷയങ്ങളിലേക്ക് പോവുകയാണ് പതിവ്. അപ്പോൾ സിലുവിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ വിഷയങ്ങളെല്ലാം ഒന്ന് അടങ്ങിയിരിക്കുമ്പോഴാണ് സിലുവിന്റെ ഭർത്താവായ ഗഫൂർ ഒരു പുതിയ ചാനൽ തുടങ്ങി. ആ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ടാണോ എന്താണെന്ന് അറിയില്ല, സിലുവിന്റെ വീട്ടിലുണ്ടായിരുന്ന ഊഞ്ഞാലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കച്ചവടം ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് ഇടുകയും ഒരു ചാനൽ തുടങ്ങി ഒരു വിത്തിൻ മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപാട് പേരത് കാണുകയും ഒരു 10-20,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒറ്റയടിക്ക് വരികയൊക്കെ ചെയ്തു. കുറെ ആൾക്കാർ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ സിലുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലും വീഡിയോ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ സിലുവിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സിലുവിന്റെ ചാനൽ നമ്മൾ ഇയാളെ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഇയാളൊന്ന് നൂർന്ന് നോക്കി ചിരിക്കൂ എന്നല്ലാതെ ഒരു മറുപടി പറയാൻ പോലും പറയാത്ത ഒരു മനുഷ്യനായിരുന്നു ഇയാളെ കണ്ടിരുന്നു. ഇയാൾ അത് 1-2 വാക്കുകൾ സംസാരിച്ച് അയാളുടെ ഭാഗം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാത്തിനും സിലു തന്നെ മുൻകൈ എടുത്ത് വർത്തമാനമായാലും വീട്ടുകാര്യങ്ങളായാലും കുട്ടികളെ നോക്കുന്നത് എല്ലാം സിലു തന്നെയായിരുന്നു. നമുക്ക് ആ വീഡിയോയിലൂടെ അവരുടെ ചാനലിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മിണ്ടാതെ ഒതുങ്ങിയിരുന്ന ഒരാള് പെട്ടെന്ന് ഒരു സിലുവായിട്ട് സെപ്പറേറ്റഡ് ആവുകയും പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങി അവിടെ വന്ന് വളരെ തന്റെ ഇടത്തോടു കൂടി തന്റെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഡൗട്ട് തോന്നിയിരുന്നു. ആ സമയത്താണ് ഷെഫീന ബീവിയായിട്ട് സിലു ഇങ്ങനെ ഈ കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ഷെഫീന ബീവിക്ക് വൺ ടൈം രീതിയിൽ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഷെഫീന ബീവി അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അവരത് സിലുവിന് ഇത്രയും നെഗറ്റീവ് കമന്റ്സുകൾ, നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഷെഫീന ബീവി ആ വീഡിയോ എടുത്ത് തന്റെ ചാനലിലൂടെ പുറത്തുവിടുകയായിരുന്നു. അപ്പോഴത്തേക്ക് കാണാൻ സാധിച്ചത് നമുക്ക് ഈ ഗഫൂർ എന്ന് പറയുന്ന ഈ പാവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് കാണാൻ പറ്റി. അയാൾ 5 കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് 4 കുട്ടികളെ അയാൾക്ക് ചുറ്റുമുണ്ട്. ഒരു കുട്ടി ചിലപ്പോൾ ഷെഫീന ബീവി പറയുന്ന പോലെ അമ്മയോടൊപ്പം ആയിരിക്കും. ഏതായാലും 4 കുട്ടികൾ നമ്മൾ ആദ്യമേ കണ്ട ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോയിൽ 4 കുട്ടികൾ ഇരിക്കുമ്പോഴാണ് അയാൾ അത്രയും ഒരു സൈക്കോപാത്ത് പോലുള്ള സ്വഭാവങ്ങൾ അവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ കഷ്ടമായ ഒരു കാര്യമാണ്. പല ആണുങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആണുങ്ങൾ പൊതുവെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ വളരെ ശാന്തനും സൗമ്യനുമായിട്ടൊക്കെ ഒരു രീതിയായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പോൾ അയാളെ കൂടെ ജീവിക്കുന്ന സ്ത്രീകൾ വീട്ടിനുള്ളിൽ അനുഭവിക്കുന്നത്, അയാളെ മക്കളും അയാളുടെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ വീട്ടിനുള്ളിൽ അനുഭവിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവമായിരിക്കും. ഇയാളുടെ വളരെ തികച്ചും വ്യത്യസ്തമായ ക്രൂരമായ സ്വഭാവങ്ങളായിരിക്കും ഈ വീട്ടിനുള്ളിലുള്ള സ്ത്രീയും അവരുടെ മക്കളും അനുഭവിക്കുന്നത്. പക്ഷേ അയാൾ പുറത്ത് വളരെ ശാന്തനും സൗമ്യനുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവും, വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ അനുഭവിക്കുന്നത് ഈ അമ്മയ്ക്കും മക്കൾക്കും മാത്രമേ അറിയാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ആയിരുന്നു സിലു താമസിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താ സംഭവിക്കുക? തീർച്ചയായും ഇങ്ങനെ അനുഭവിക്കുന്ന സ്ത്രീ ഒരു പരിധിവരെ അവരത് അനുഭവിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് ഇതെല്ലാം തിരിച്ചറിയാവുന്ന ഒരു പ്രായം വരുമ്പോൾ അവരെങ്കിലും ഒരു നേർവഴിക്ക് ഇവർക്ക് കൊണ്ടുപോകണമെങ്കിൽ, അതായത് ഇയാളുടെ സ്വഭാവ വൈകൃതങ്ങൾ ആ കുട്ടികൾ കണ്ടുപിടിച്ചത് ശീലമാക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായും അയാളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് അവരുടെ, അതായത് സിലുവിന്റെ ഫാമിലിയുടെ ഹെൽപ്പോടോ അതല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കഴിവുണ്ട്, അവർ അങ്ങനെ ജീവിക്കുന്നതായിരിക്കും
എന്തൊക്കെയായാലും ഈ കുട്ടികളുടെ ഭാവിക്കും ഈ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും എപ്പോഴും നല്ലത് ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന കുട്ടികളെ, ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ ഒന്നും ഒരിക്കലും സമൂഹം സപ്പോർട്ട് ചെയ്യത്തില്ല. അവരുടെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ അവരെപ്പോഴും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഈ കുട്ടി ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊന്നുകളയോ, അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോവുകയോ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മുടെ സമൂഹം സപ്പോർട്ട് ചെയ്യുന്നത്. അതുവരെയും നമ്മുടെ സമൂഹം ഇങ്ങനെയുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഈ സിരുവിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചു, വിട്ട് കളഞ്ഞത് വേണ്ട, നമ്മൾ ഇങ്ങനെ ഒരു പേഴ്സണൽ കാര്യം എടുത്ത് ചർച്ച ചെയ്യേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ വിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ഈ ഗഫൂറിന്റെ സ്വഭാവം ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവരോടൊക്കെ ഒരു എന്താ പറയുന്നത്, കൂടുതൽ നിങ്ങൾ പണ്ടത്തെ കാലം വല്ല നിങ്ങൾക്ക് സഹിക്കാവുന്നതിനപ്പുറം സഹിച്ച് നിങ്ങൾ ഒരിടത്തും അടിമകളെ പോലെ കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മക്കളോടൊപ്പം നിങ്ങൾ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതിനെപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു വില ഉണ്ടാകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് 1K എത്തിക്കണം പറയുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.